ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ആവണി സ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കല്ലേ? നമ്മളും സേഫ് ആയിട്ട് ഇരിക്കണം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ നമ്മൾ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. നമുക്ക് ചായക്ക് ദോശയും അതേപോലെ തന്നെ സാമ്പാറും എടുത്ത്. ദോശ സാമ്പാർ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ കുറേ പേര് ഫേവറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്നാലും അടിപൊളിയായിരുന്നു. നല്ല ചൂട് ദോശ സാമ്പാർക്ക് ഈ ഒരു തണുത്തിരിക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആവണിക്കുട്ടി നല്ല ഉറക്കമാട്ടോ. ഇപ്പോൾ രാവിലെ എണീച്ച് കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കിടന്നതേ ഉള്ളൂ. അപ്പോൾ അവൾ ഉറങ്ങുന്ന ഒരു ടൈമിലായിട്ട് എൻ്റെ ബാക്കി എല്ലാ പണികളൊക്കെ ഞാൻ തീർക്കാറ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് പണികളൊക്കെ ഉള്ളൂ, അധികം പണികളൊന്നും ഇല്ല. അപ്പോൾ സമയം ഏകദേശം എനിക്കൊന്നൊരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വെയിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നല്ല വെയിൽ തന്നെയാണ്. പക്ഷേ എത്രത്തോളം വെയിലായാൽ പോലും നമുക്ക് ചൂട് എന്ന് പറയുന്ന സംഭവമില്ല. അപ്പോൾ നമുക്ക് മണ്ണാർക്കാട്, പാലക്കാട് ആ ഒരു ഭാഗത്ത് താഴേക്കാണെങ്കിൽ പല സ്ഥലങ്ങളൊക്കെ ആയാലും നല്ല വെയിലാകുമ്പോഴത്തേക്കും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ല ചൂടൊക്കെ ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ ചൂടോ ഒരു പുഴുകലോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നല്ലൊരു കൂളിംഗ് ആയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. നമുക്ക് എത്ര ചൂടാണെങ്കിൽ പോലും. മാത്രമല്ല നമ്മുടെ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ ആണോന്ന് അറിയില്ല, എന്തായാലും നല്ല തണുപ്പാണ് ഇപ്പോഴൊക്കെ. നല്ല കാറ്റ്, ഒരു വരണ്ട കാറ്റാട്ടോ, പറയാതിരിക്കാൻ ഒരു വരണ്ട കാറ്റ്. നമ്മുടെ സ്കിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് കാറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് തോന്നിയ ഒരു കാറ്റ്. അപ്പം നമ്മുടെ പൂച്ചെടിയൊക്കെ ഇപ്പോൾ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മളെന്നും നനച്ച് കൊടുക്കാറ് നല്ല ഭംഗിയില്ല. പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടി. രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞുതുള്ളികളായിരിക്കും ഇവിടെ. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ. രാവിലെയും വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് തറയിലൊന്നും ചവിട്ടാൻ പറ്റില്ല, അത്രയും ഭയങ്കര തണുപ്പാണ്. നമ്മുടെ ടൈലൊക്കെ ആണെങ്കിലും ഭയങ്കര തണുപ്പാണ്. അപ്പം ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല പൂച്ചെടികളൊക്കെ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒന്ന് ഞാൻ നനച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നനച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ മണ്ണൊക്കെ നല്ല രീതിയിൽ നോക്കും, നല്ല ആ ഒരു നനവുണ്ട് കേട്ടോ നന്നായിട്ട് മണ്ണിലൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ മെലസ്റ്റോമേൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നല്ല. അപ്പോൾ ഒരുപാട് പൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെലസ്റ്റോമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഒരുപാട് പൂവൊക്കെ ആയിട്ട് നിൽക്കുവാണേ. നമുക്ക് ഒരുപാട് മൊട്ടുണ്ട് കേട്ടോ. നല്ല കളറാണ് ഇതിൻ്റെ. ഈ ഒരു കളറാണ് കേട്ടോ എൻ്റെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ഫ്ലവർ. മാത്രമല്ല പൂവാണെങ്കിൽ നല്ല കട്ടിയുണ്ടേ. നമ്മൾ അന്ന് മണ്ണിലൊക്കെ നട്ടു കൊടുത്ത് നല്ല ഉഷാറായിട്ട് ഇപ്പോൾ ഇതാ വേറെ കടിയിലേക്ക് ഇറങ്ങി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരുപാട് മുട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ പോയിട്ട് സ്പ്രിംഗ്ലറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് കുറേ നേരം അവിടെ അടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ അവിടുത്തെ ഇതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ ഒന്ന് വെക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒരു 3 സ്പ്രിംഗ്ലർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പറമ്പിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് അതിലേക്ക് ആക്കണം. അപ്പോൾ 3 ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് കൊണ്ടുപോകണം പറമ്പിലേക്ക്. പിന്നെ ആൺകുട്ടി ഇപ്പോൾ നല്ല ഉറക്കമുള്ള. അപ്പോൾ അവൾ ഉറങ്ങി എനിക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാ പരിപാടികളും തീർക്കണം. ഇന്നലെ നമ്മൾ പറമ്പിൽ പോയിട്ട് വന്നപ്പോൾ കൊടുത്തിട്ടുള്ള വിറകാണത്. അപ്പോൾ അത് കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്തു കിട്ടും. അപ്പോൾ അത് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നല്ല ഉണങ്ങിയ വിറകാണേ. അപ്പോൾ ഇതൊന്ന് അയച്ചിട്ടൊന്ന് വെട്ടി എടുത്ത് വെക്കണം. അപ്പോൾ ചെറിയ ചെറിയ വിറകുകളൊക്കെ ഞാൻ അതിന് എടുത്തിട്ട് പോയിട്ട്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് മുറിക്കാനുള്ള വിറകാണ്, കുറച്ച് വണ്ണമുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറമ്പിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വിറക് നമ്മൾ ഈ മരം കോതിയതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ പെറുക്കിയിട്ട് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വിറക് ഉണ്ടാവും. രാവിലെ തീ പിടിപ്പിക്കാനൊക്കെ എന്തായാലും ഈ ചെറിയ ചെറിയ ചുള്ളി വിറകൊക്കെ ആവശ്യമാണല്ലോ. അപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് വാക്കത്തി എടുക്കട്ടെ. അങ്ങനെ വാക്കത്തിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു വിറകൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയത് തന്നെയാണേ. അതേപോലെ തന്നെ നമുക്കിവിടെ കൂടുതൽ നമ്മൾ അടുക്കി വെച്ചിട്ടുള്ള വിറക് എങ്ങനത്തെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിക്ക് കീറിയിട്ടുള്ള വലിയ വലിയ കഷ്ണങ്ങൾ ഉണ്ടാകുമല്ലോ, മുട്ടി കഷ്ണങ്ങൾ. അപ്പോൾ അതൊക്കെ കീറിയിട്ടുള്ള വിറകാണ്. അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ തീ പിടിപ്പിക്കും ഇങ്ങനത്തെ വിറക് എന്തായാലും വേണ്ട. കാരണം എത്ര ഉണങ്ങിയതാണെങ്കിൽ പോലും ആ വലിയ വലിയ മുട്ടി കഷ്ണങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കുമ്പോൾ പിടിച്ച് വരാൻ പാടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വരുന്ന വർഗ്ഗങ്ങളാണ് ഇതൊക്കെ. കുറേ ഉണ്ട്, നമുക്ക് കുറച്ച് എടുക്കാനുണ്ട് എന്തായാലും. ഇപ്പോൾ നമുക്ക് അടുത്ത് തന്നെ പോയിട്ട് അതൊക്കെ എടുത്തിട്ട് വരണം. ചുള്ളിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കത്തി പിടിക്കുമല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ പല ടൈപ്പ് മരങ്ങളുടെയാണ് ഉള്ളത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പിൽ വെക്കാൻ പാകത്തിനുള്ളതൊക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് കൊണ്ടുപോകാം. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. മാത്രമല്ല ഞാൻ ഇന്നലെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുറിച്ച് ഇങ്ങനെ വെട്ടിയെടുക്കാനുള്ളത് മാത്രമേ ഞാൻ ഇന്നലെ എടുത്തില്ല. കൈ വെച്ച് ഒടിച്ചെടുക്കാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ കുറച്ച് എടുത്ത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് പെറുക്കിയെടുക്കട്ടെ.
ചെറുതൊക്കെ നമുക്ക് കൈ വയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ടേ, കാരണം നല്ല ഉണങ്ങിയ വിറകാണല്ലോ. അങ്ങനെ ഞാൻ വിറകൊക്കെ നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെട്ടിയെടുത്ത് വിറകൊക്കെ നന്നായിട്ട് കൊണ്ടുപോയിട്ട് അടുപ്പിന്റെ പൊക്കത്തോണ്ടിട്ട് വാര വെക്കട്ടെ. അപ്പം നല്ല ചൂടായി കിടക്കാനുള്ള അടുപ്പൊക്കെ മാത്രമല്ല നമ്മുടെ അടുപ്പത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. അപ്പം നല്ല തീക്കനലുണ്ട് നന്നായിട്ട് അടുപ്പിൽ. അപ്പോൾ അതിൻ്റെ പൊക്കത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ കത്തിക്കുമ്പോഴത്തേന് പെട്ടെന്ന് തീ കത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് തീയൊക്കെ കത്താൻ ഭയങ്കര പാടി, ഒരു തണുപ്പൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ വാര വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കിടക്കാറ്. വിറക് അടുപ്പിന്റെ പൊക്കത്ത് നമ്മൾ വിറകൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കിടക്കാറ് വൈകിട്ട്. എന്നാലും നമുക്ക് രാവിലത്തെ ആ ഒരു തണുപ്പ് മരച്ച് കിടക്കുമായിരിക്കും, നമുക്ക് മൊത്തത്തിലൊരു തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ കത്താൻ എത്ര നമുക്ക് ചൂടുള്ള വിറകാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഒന്ന് അടുപ്പിന്റെ പൊക്കത്ത് വെക്കണം. അപ്പോൾ നല്ല തീയൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് കത്തും. പിന്നെ എന്താണ് ഞാൻ ഒന്ന് എടുത്തിട്ട് പോട്ടെ. അപ്പോൾ കുറേ നേരം ഞാനിവിടെ വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടൊക്കെ കൊണ്ട് ഒട്ടും ഉണങ്ങാത്ത വിറകൊന്നുമല്ല, നല്ല ഉണങ്ങിയ വിറക് തന്നെയാണ്. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ കത്തും. പിന്നെ എന്തായാലും ചൂടുണ്ടല്ലോ അടുപ്പിൽ. അപ്പോൾ നമുക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് എല്ലാം പെറുക്കി അതിൻ്റെ പൊക്കത്തൊന്ന് എടുത്ത് വെക്കാം. അപ്പോൾ അതാ വിറകൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും നോക്ക്, ഇവിടെ രണ്ടുപേര് വിശന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിട്ട് നിൽക്കുവാണേ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഉള്ള പൂച്ചയാട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ച ആയിരുന്നില്ല, അത് വേറെ എവിടുന്നോ ഇവിടെ വന്ന് പ്രസവിച്ച് പിന്നെ ഇവിടെ തന്നെ അങ്ങ് കൂടിയിട്ടു. അപ്പോൾ എന്തായാലും അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കൂടിയാലും ഇപ്പോൾ അവർക്ക് മീനോ ഇറച്ചി എന്തെങ്കിലും ഇല്ലാതെ അവർ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. പച്ചക്കറി ഒന്നും കൊടുത്താലൊന്നും അങ്ങനെ അങ്ങ് ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ എന്തായാലും അവർ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഈ ഒരു പൂച്ച പ്രസവിച്ച സമയത്ത് കുറേ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഒരു കുഞ്ഞും അതിൻ്റെ അമ്മയും ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ബാക്കി കുഞ്ഞുങ്ങളൊക്കെ ഈ തള്ളപ്പൂച്ച എവിടെയോ കൊണ്ട് കൊടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും വിറകൊക്കെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ വിറകൊക്കെ വാര വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് അടുത്തൊരു പണി എന്ന് പറയുമ്പോൾ നമ്മുടെ ആവണിക്കുട്ടീനെ കുളിപ്പിക്കലാണ്. ആളാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പും പിന്നെ ഒരു വരണ്ടൊരു കാറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ഉറക്കാണ്. അപ്പോൾ നല്ല ഉറങ്ങി എണീച്ച് നമുക്ക് കുളിപ്പിക്കാം. അങ്ങനെ നമ്മൾ അയ്യപ്പൻ വിളക്കൊക്കെ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞു. അപ്പോൾ നല്ല അടിപൊളി തന്നെയായിരുന്നു. നമ്മൾ ഒരു ദിവസമായിട്ടോ പോയത്, ആഴ്ചകളോളം നീണ്ടുന്ന വലിയ ഉത്സവം തന്നെയാണ്. അപ്പോൾ അടിപൊളി തന്നെയായിരുന്നു, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് വാങ്ങിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടത് ഗതയാണ്. അതുപോലെ തന്നെ ഇതാട്ടോ അവൾ പോയ വഴിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ എന്നെ സെലക്ട് ചെയ്തിട്ട് അവളുടെ കൈ പിടിച്ചാണ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കൊടുത്തിട്ട് അപ്പോൾ ആൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ ഉരുട്ടി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക്. അതുപോലെ തന്നെ ഇത് ഒരു ബൊമ്മയാണ്. ഇതൊക്കെയാണെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊരു കുടം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പറമ്പിൽ പോകണമെങ്കിൽ നമ്മുടെ കൂടെ ആവണിക്കുട്ടി വരാറുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആൾക്ക് ഇങ്ങനെ പാത്രങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് നമ്മളൊരു കുടവും കൂടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ വെച്ച് കളിക്കുന്നതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി 2-3 സാധനങ്ങൾ കൂടി ഉണ്ട് ഈ ബൊമ്മ കുട്ടികൾ, ചെറിയ ചെറിയ ടെഡി ബിയർ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആൾ നല്ല ഉറക്കാണ്. പിന്നെ ഉറങ്ങി എണീക്കട്ടെ. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മുടെ ആവണിക്കുട്ടി എണീച്ചിട്ടുണ്ട്. നല്ല ഗൗരവത്തിലാട്ടോ എണീച്ചിട്ടിരിക്കണേ. എന്താ അമ്മയുടെ പൊന്നെ എണീച്ചോടാ? വാവുറങ്ങിയോ? ഇതാരാ ഇപ്പോൾ വാവുറങ്ങിയേ? ഇതാരാ ഇവിടെ വാവുറങ്ങിയേ? എന്താ? ഒന്ന് ചിരിച്ചേ, നമ്മുടെ പൊന്നൊന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കട പൊന്നാ, ചിരിച്ചേ. ഉമ്മ ഉമ്മ. നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോൾ പ്ലെയിൻ കിസ് ഒക്കെ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്. സുന്ദരി കുട്ടിയാ അല്ലേ? നമ്മുടെ പൊന്നാണോ? ഒരു പ്ലെയിൻ കിസ് കൊടുക്കുവോ? നമ്മുടെ ഗൈസിനൊക്കെ ഒരു പ്ലെയിൻ കിസ് കൊടുക്കുവോ? ഷൊട്ടല്ലേ? ഇപ്പം അവൾ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആവണിക്കുട്ടി പ്ലെയിൻ കിസ് ഒക്കെ തരും അല്ലേ ചക്കര കുട്ടി. അപ്പോൾ എന്തായാലും ഞാനന്ന് അവളെ എടുക്കട്ടെ. അപ്പോൾ ഉറങ്ങി എണീച്ചല്ലേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ആവണിക്കുട്ടി എണീച്ച് പാലൊക്കെ കുടിച്ച് നല്ല ഉഷാറായി വരുവാണേ. ഇതെന്താ കയ്യിൽ? ആവണിക്കുട്ടിയുടെ ഡോഗിനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേ. ആവണിക്കുട്ടിയുടെ പുതിയ ഡോഗാണോ? ഇതാണ് ആവണിക്കുട്ടിയുടെ ഡോഗ് അല്ലേ? ഒരു ഉമ്മ കൊടുത്തേ ഡോഗിന്. ഇത് ആവണിക്കുട്ടി എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. മിണ്ടിക്ക് കുട്ടിയാണല്ലോ അമ്മയുടെ പൊന്ന്. ഉമ്മ ഒരു ഉമ്മ കൊടുത്തേ ഡോഗിന്, ഒരു ഉമ്മ കൊടുത്തേ. നമ്മുടെ പൊന്നിന്റെ ഡോഗിന് ഒരു ഉമ്മ കൊടുത്തേ. അവിടെ എന്താ പുലി ഉണ്ടോ? പുലി. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ആവണിക്കുട്ടിക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള അവളുടെ കളിപ്പാട്ടങ്ങൾ. അതേപോലെ തന്നെ ഗൈസ് ഇതാണ്ടോ നമ്മൾ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള നമ്മൾ ചെറിയൊരു ഡോഗാണ്. അപ്പോൾ ഇത് നല്ല ക്യൂട്ടാട്ടോ. ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെ എന്തോ ചെറിയൊരു സിസ്റ്റം ഉണ്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. കുറേ നേരം ഇതിനൊക്കെ എടുത്ത് മടിയിലൊക്കെ വെച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കട്ടെ. കാരണം ഇതിങ്ങനെ ഇളകുവാണല്ലോ. ഇതിൻ്റെ കഴുത്ത് ഇങ്ങനെ എന്തോ ഒരു സിസ്റ്റമാണ് ഉള്ളിൽ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതേപോലെ തന്നെ വാങ്ങിക്കൊടുത്ത പാവയൊക്കെയാണ് ആളുടെ കയ്യിൽ. അപ്പോൾ ഇതാ പാവക്കുട്ടിയുടെ കൈയൊക്കെ ഇതാ പുഴക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ പുഴക്കി പീസ് ആക്കുമോ നമ്മുടെ ആളുകുട്ടി. ഇതാരെ പൊന്നാ അതിൻ്റെ കൈയൊക്കെ ഇളക്കിയെടുത്തേ? അവിടെ പൊന്നാണോ? എന്താ എന്തായാലും ഫിറ്റ് ചെയ്യണ്ടേ? പിന്നെ എങ്ങനെ ഫിറ്റ് ചെയ്യും? അയ്യോ ഇത് പുഴങ്ങി പോയല്ലോ.
എന്താ ചീച്ചി ആക്കണ്ട ചീച്ചി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അവിടെ ഇനി കളിക്കുവാണ് ഇത് ഒഴിക്കണേ. അയ്യോ പുലി പോയി, പുലി ചാടിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യും? ആൺകുട്ടിയുടെ കയ്യിലെന്താ? വാവറക്കുവാണോ? ആ പട്ടിക്കുട്ടീനെയൊക്കെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആള് കുറേ നേരം മടിയിൽ ചുമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വാവറക്കലാണ് പരിപാടി. ഒരു ഉമ്മ എടുത്തേ, ഉമ്മ എടുത്തേ. ഉമ്മ ഉമ്മ വെക്കുന്നില്ല, മൂടില്ല ഉമ്മ കൊടുക്കാൻ. ഉമ്മ കൊടുക്കാൻ ആൾക്ക് മൂടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് ആണിക്കുട്ടി ഇങ്ങനെ ഇവിടെ കുറേ നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ ഇവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പം എന്തായാലും കാര്യമായിട്ട് ഒരാളെ മടിയിൽ വെച്ചിട്ടുണ്ടേ. അതെന്ത് മുന്നേ മടിയിൽ ഒരു ഉമ്മ കൊടുത്തേ, അവനിട്ട് ഡോഗിനൊരു ഉമ്മ കൊടുത്തേ. അമ്പോ അതിനെയും പീസാക്കി. അങ്ങനെ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ഓരോന്നോരോന്നെടുത്ത് അഴിച്ചുപണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ നോക്ക് ഗൈസ്, ചെടിയൊക്കെ നന്നായിട്ട് നനയ്ക്കും കേട്ടോ. അതേപോലെ പോയിട്ട് പൂവും നുള്ളി എടുക്കുവേ. ആരാ ഇവിടെ പൂ പറിക്കണേ? സ്വത്തു അമ്മയുടെ പൊന്നെ എന്താ ഇവിടെ പരിപാടി? പൂ പറിക്കുവാണോ? പൂ പറിക്കുവാണോ? ആരാ പൂ പറിക്കണേ? അയ്യോ പോട്ടെ പോട്ടെ പോട്ടെ. കള്ളിപ്പെണ്ണെ, നീ എന്നെ ചെടിയൊക്കെ നനച്ച് സഹായിക്കാൻ വരുന്നത് പൂ പറിക്കാനാണല്ലേ കാന്താരി പെണ്ണെ? എന്താ അതുകൊണ്ട് നല്ല പൂവല്ലേ, പറിച്ച് കളയണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് കാറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നോക്കി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കുറേ നേരം ഇങ്ങനെ നടക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് മുറ്റത്തേക്ക്. അപ്പോൾ ആണെങ്കിൽ വലിയ കാറ്റൊന്നുമില്ല, ചെറിയൊരു കാറ്റെടുത്താലും വലിയ കുഴപ്പമില്ലാത്തൊരു കാറ്റാണ്. ആരോ നടക്കണേ? നമ്മുടെ പൊന്നാണോ? ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ കുറേ നേരം മുറ്റത്ത് കൂടെയൊക്കെ നടന്നു കേട്ടോ. എന്തായാലും മുറ്റത്ത് കൂടെയൊക്കെ നടന്ന ആൾക്ക് അത്രയും ഇതായിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ നടക്കണം. അപ്പോൾ പിന്നെ പതുക്കെ ആളെന്നെ ഞങ്ങൾ റോട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പതുക്കെ റോട്ടിൽ കൂടെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാണേ. അപ്പോൾ നല്ല സന്തോഷത്തോടെ നടക്കുവാണ് കേട്ടോ ആളെന്തായാലും. നിങ്ങളെങ്ങനെ നടക്കാൻ പഠിച്ചേ രാവിലെ കുട്ടി? എന്താ ചിരി. അപ്പോൾ ചെറിയൊരു കാറ്റും അതുപോലെ തന്നെ രാവിലെയൊക്കെ തണുപ്പുണ്ടെന്ന് പറയില്ല. അപ്പോൾ അതാണെങ്കിൽ സെറ്റർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും രാത്രി എന്തായാലും ആൾക്ക് സെറ്റർ ഇട്ട് കൊടുക്കും വൈകിട്ടായി കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു സെറ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുളി കഴിഞ്ഞിട്ട് സെറ്ററൊക്കെ ഊരുള്ളൂ. കാരണം ചെറിയൊരു തണുപ്പല്ലേ, നമ്മളെ പോലെ ഒരു പ്രതിരോധ ശേഷി അവർക്ക് ആയിട്ടില്ലല്ലോ. അവളിക്കുട്ടി എൻ്റെ കൂടെ തന്നെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുവാണേ. കമ്പ് വേണ്ട, കമ്പ് വേണ്ട, കമ്പ് അവിടെ ഇട്. കമ്പ് വേണ്ട, ഇത് താമയ്ക്കുതാ. നടക്കാൻ വന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. പക്ഷെ കാലിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. ഇനി പോയിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡെയിലി വ്ളോഗ്സ് അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് എന്നും വെയിറ്റിംഗ് ആണെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വേറെ ഒന്നും നമ്മുടെ കുഞ്ഞാവുള്ളതുകൊണ്ടാട്ടോ എനിക്ക് എപ്പോഴും നമ്മൾ വിചാരിച്ചൊരു വീഡിയോ ആ ഒരു വിചാരിച്ച ടൈമിലൊന്നും എടുക്കാൻ പറ്റാത്ത. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ എന്തായാലും ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും അതേപോലത്തെ കമൻറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. എന്തായാലും മാക്സിമം നമ്മുടെ ബെസ്റ്റിനെ നമ്മൾ തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പതുക്കെ ഇവിടെ നടക്കട്ടെ കേട്ടോ. കാരണം ഇപ്പോൾ കുറേ നേരം അവളെ കൊണ്ട് നടത്തിയല്ലോ, ഞാൻ പോയിട്ടൊന്ന് പതുക്കെ ഒന്ന് കുളിപ്പിക്കട്ടെ. കാരണം ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി അപ്പോൾ പൊതുവെ ഇപ്പോൾ കുളിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി കയറ്റുമ്പോഴത്തേനും ചൂടുകളാണെങ്കിൽ പോലും ആൾ ഒന്നും നിന്നില്ലട്ടോ, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഇനി ഒരു വിധത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ കുളിപ്പിക്കലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും നമ്മൾ കുറേ ദൂരം നടന്നു കേട്ടോ. അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് നടന്നത്, എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ എടുക്കണോ പൊന്നിനെ? എടുക്കണോ? ആ കമ്പൊക്കെ ഉണ്ടല്ലോ, അത് എന്തിനാ കമ്പ്? കമ്പ് എന്തിനാ പൊന്നാ? ഹായ് പറഞ്ഞേ, ഹായ്. ഹായ് ഹായ് ഇല്ല, നടക്കുന്ന മൂഡിലാണ്. ഇപ്പൊ ഹായ് ഒന്നും തരാനുള്ള ഒരു മൂഡില്ല. അയ്യോ സാരില്ല, പോട്ടെ ബാ. അങ്ങനെ ഞങ്ങൾ നടന്ന് വീടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഴ്ച ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഴാറുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ആ ഒരു വീഴ്ച ഞങ്ങൾക്ക് ഒരു വേദനയായിട്ട് തോന്നാറേ ഇല്ല, ഇല്ല പൊന്നാ. അപ്പൊ അതേപോലെ തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം അയ്യപ്പൻ വിളക്കിന് പോയ ടൈമിൽ ചട്ടി വാങ്ങിയിട്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ചട്ടി നമ്മൾ 2 ചട്ടിയാട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പല ടൈപ്പ് ചട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ പല മോഡലിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരെണ്ണം ഇതാണേ. മയക്കി എടുത്തിട്ടുള്ള ചട്ടികളുണ്ട്, അതുപോലെ തന്നെ ഇതേപോലത്തെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മയക്കി എടുക്കാത്ത ചട്ടി തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് സാമ്പാർ വെക്കാനും, ഒരെണ്ണം പിന്നെ താഴെ ഇട്ടാൽ പൊട്ടും. ഒരെണ്ണം നമുക്ക് മോരുകറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മോരുകറിക്ക് നമുക്ക് ചട്ടിയില്ലാട്ടോ. അപ്പോൾ ഞാൻ വേറൊരു മൺചട്ടിയിലാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ചട്ടി അങ്ങനെ നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചട്ടിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് യൂസ് ചെയ്യണമെങ്കിൽ എന്താ ഇത് മയക്കണം, മയക്കിയാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവളിക്കുട്ടി ഇപ്പം അത് പൊട്ടിക്കുമല്ലോ നമ്മുടെ പൊന്നു. വാ തായോ.
ഈ ഒരു വ്ളോഗ് എടുത്ത് കഴിയുമ്പോഴത്തേനും എന്റെ ചട്ടിയുടെ എണ്ണം കുറയുമെന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ല. അതല്ല, കാരണം നമ്മുടെ ആവണിക്കുട്ടി ഒരു ചട്ടി എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് മയക്കി എടുക്കാണ്ട് നമുക്ക് 2-3 ടൈപ്പിൽ ചട്ടിയൊക്കെ മയക്കാറുണ്ട്. അപ്പൊ എന്തായാലും മയക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചട്ടിക്ക് നല്ല രീതിയിൽ ഈട് നിൽക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അച്ഛ ഇടില്ല, അച്ഛ ടാറ്റ് പോയി ഇപ്പൊ വരും കേട്ടോ. അപ്പോൾ മാത്രമല്ല, നമുക്ക് ഈ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു ഫുഡിനൊക്കെ നമുക്ക് വേറൊരു ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫുഡിനേക്കാളും നല്ല ടേസ്റ്റിന്റെ ആയിരിക്കും നമ്മുടെ മൺചട്ടിയിലും അതുപോലെ തന്നെ നമ്മൾ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണങ്ങൾക്ക്. അപ്പൊ എന്തായാലും നമുക്ക് നന്നായിട്ട് ചട്ടിയൊക്കെ ഒന്ന് മയക്കി എടുക്കണം. അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വരാം അല്ലേ. അപ്പൊ ഞാൻ ആവണിക്കുട്ടിനെ ഒന്ന് പോയി കുളിപ്പിക്കട്ടെ. പത്തീഷ് നല്ല രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുളിക്കാൻ പറ്റിയ മടിയൊന്നും കാണിക്കാതെ നിന്ന് തരുന്ന് തോന്നുന്നു. എന്തായാലും പോയി കുളിപ്പിച്ചെടുക്കട്ടെ അവളെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനേബിൾ ചെയ്യാൻ നമ്മളെടുത്ത വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.